നമസ്കാരം. വീഴ്ചകളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. പരാജയപ്പെട്ടവരാണ് കൂടുതലും നമ്മുടെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളവർ. പെൺ നക്ഷത്രങ്ങൾക്ക് വിജയിക്കാൻ റെഡ് കാർപ്പറ്റിന്റെ വേദി ഒരുങ്ങിയിരിക്കുകയാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ പതിവ് പോലെ ആൻ അഗസ്റ്റിനും വിജയ് ബാബുവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ വിശേഷങ്ങളും അവരുടെ ഗെയിംസും ഒക്കെ കാണാൻ നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് വെൽക്കം ആൻ അഗസ്റ്റിൻ ആൻഡ് വിജയ് ബാബു. സത്യത്തിൽ ചേട്ടൻ എപ്പോഴും തോന്നിയിട്ടുണ്ടോ, നമ്മൾ ഹിന്ദി ഷോസ് ഒക്കെ കാണുമ്പോൾ അവിടുത്തെ ആക്ടേഴ്സ് വന്ന് ഒരു ഇന്റർവ്യൂവിന് ഇരിക്കും, അവർ ഭയങ്കര, ചിലപ്പോൾ അക്ഷയ് കുമാറൊക്കെ കണ്ടില്ല, നിലത്തിരുന്ന് ഇന്റർവ്യൂവിൽ ആൻസർ ചെയ്യുന്നു. അവര് കുറച്ചും കൂടെ കാഷ്വൽ ആണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് വരാത്തത്? അത് നിങ്ങളല്ലേ ചെയ്യേണ്ടത്. ഞങ്ങൾ നിലത്തിരിക്കാൻ തയ്യാറായിരുന്നല്ലോ. ഞങ്ങൾക്ക് പേടി, ഞങ്ങൾ നിലത്തിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചാലല്ലോ ഞങ്ങൾ ഇരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ നിന്ന് സംസാരിക്കാൻ തയ്യാറാണ്. അതൊക്കെ ഇപ്പൊ പറയും. വരുമ്പോ തന്നെ ചേട്ടാ നമ്മൾ നിലത്തിരുന്ന സംസാരിക്കുമ്പോ അത് അതാ പറഞ്ഞേ, അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അങ്ങനത്തെ ഷോ ഉണ്ടാക്കണമെന്ന്. ഞാൻ ചാനലിലായിരുന്നെങ്കിൽ അങ്ങനത്തെ ഷോസ് ഒക്കെ ഇപ്പൊ ചെയ്തേനെ. ഞാൻ അങ്ങനെ വിചിത്രമായ ഒരുപാട് ഷോസ് ചാനൽസിൽ ഇരുന്ന് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് അടുത്ത് ചോദിക്കണം. അതായത് നമ്മൾ ഈ വർഷത്തിൽ ചിന്തിക്കുന്ന കാര്യമല്ല ചേട്ടന്റെ മനസ്സിലൂടെ പോകുന്നത്. 2023, 24, 25 ഈ വർഷവും ഞാൻ വിചിത്രമായിട്ടുള്ള ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ഞാൻ ഡോഗ്സിന് വെച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്. പട്ടികൾ മാത്രമേ ഉള്ളൂ. പട്ടികൾ മാത്രം അല്ല, മനുഷ്യരുണ്ടെങ്കിലും പട്ടികളാണ് അതിലെ സെൻട്രൽ ക്യാരക്ടർ. അതിൽ പട്ടിയാണ് നായകൻ. ഒരു ലവ് സ്റ്റോറിയാണ്. വെജ് ഡോഗും നോൺ വെജ് ഡോഗും തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ്. അവര് ഒളിച്ചോടുന്നത്. ഡബിംഗ് ഉണ്ട്. നമ്മുടെ മലയാളത്തില് ആക്ടേഴ്സ് ആണ് ഡബ് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പൊ ഞാൻ പറയണില്ല, അത് അനൗൺസ് ചെയ്യാൻ പറയാം. ഒരുപാട് ആക്ടേഴ്സ് ഡബ് ചെയ്തിട്ടുണ്ട് അതിലേക്ക്. അപ്പൊ ഡോഗ്സിന് വെച്ചിട്ട് ഒരു സിനിമ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി റിയൽ ഡോഗ്സിനെ വെച്ച് അഭിനയിപ്പിച്ച. ഇപ്പോഴത്തെ രീതിയിൽ ഈ ഡോഗ്സിനൊക്കെ വെച്ച് അഭിനയിപ്പിക്കുമ്പോൾ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അല്ല, നമ്മൾ പെർമിഷൻസ് എടുക്കും, പക്ഷെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ സിനിമയാണ്. അതെ, റെസ്ട്രിക്ഷൻസ് വെക്കണം. അങ്ങനെ ഡോഗ് ലവറാണ്, ഭയങ്കര ഡോഗ് ലവറാണ്. എന്നെ ഓരോ വിജയ്, ഹോപ്പ് യു ആർ നോട്ട് ഡൂയിങ് ദ ഡോഗ്സ്, ഹോപ്പ് യു ആർ ട്രീറ്റിംഗ് ദ വെൽ, ഹോപ്പ് യു ആർ ഗിവിംഗ് ദം ഫുഡ്. ഞാൻ എന്റെ പൊന്നെ, അതിന് അനിമൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അവര് നോക്കിക്കോളും. ഓ, ഇങ്ങനെ കിടന്ന് അവർക്ക് AC കാരവൻ ഉണ്ട്. നമ്മള് 2 മണിക്കൂറിൽ അവരെ അഭിനയിപ്പിക്കാൻ പാടില്ല. അവർക്ക് AC വണ്ടി മണിക്കൂറിൽ കൂടുതൽ ഉണ്ടായിരുന്നു. 2 മണിക്കൂറിൽ കൂടുതൽ ഒരു ഡോഗിന് നമ്മൾ ചെയ്യില്ല. അത് കഴിയുമ്പോൾ അടുത്ത ഡോഗിന് ആ സീൻ എടുക്കും. ബിക്കോസ് അവര് ടയർഡ് ആവും, മനുഷ്യരെ പോലെ. അവരെ പിന്നെ റെസ്റ്റ് എടുപ്പിക്കണം, ഓരോ ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കണം. സമയത്ത് ഓരോ ഡോഗിനും 2 ആൾക്കാർ വെച്ച് ടേക്ക് കെയർ ഉണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ഡോക്ടേഴ്സ് സെറ്റിൽ ഉണ്ടാവും. അങ്ങനെയൊക്കെ വളരെ, അല്ലെങ്കിൽ മനുഷ്യരെ ട്രീറ്റ് ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്. ആ ലൊക്കേഷനിൽ പോയിരുന്നോ? ഞാൻ ഏരിയയിലേക്ക് വരരുതെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ചോണ്ട് വരും. ഇല്ല, ഡോഗ് ലവർ എന്നല്ല, ഞാൻ മൃഗസ്നേഹിയാണ്. അല്ലാണ്ട് ഇങ്ങനെ ഡോഗ്സ് മാത്രം എന്നല്ല. അങ്ങനെ അവരെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പം ചിലവർ തീരെ നോക്കില്ല. എന്നെക്കാട്ടിലും വലിയൊരു ഡോഗ് വീട്ടിലുണ്ട് കേട്ടോ. ഇൻസ്റ്റയിലൊക്കെ പിക്ചർ കണ്ടു. 2 ഓഫീസിൽ 2. എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് വീട്ടില്. ഒരു ഡോഗിന് വഴി കൂടെ മര്യാദക്ക് നടക്കാൻ പറ്റത്തില്ല. അതിനെ അബാൻഡൻ ചെയ്താണ് പറഞ്ഞ അതിനെ തിരക്കി പിടിച്ച് അതിന്റെ ഓണറിനെ പിടിച്ചോണ്ട് പോയി എന്തൊക്കെ മനസ്സമാനങ്ങളാണ് ഈ ഇടയ്ക്ക് ബാംഗ്ലൂരിൽ സംഭവിച്ചു. എന്ത് സംഭവിച്ചു പറയണോ? അതായത് കാറിൽ പൊക്കോണ്ടിരിക്കുക, ഒരു ഡോഗ് വഴി നിൽക്കുന്നു. അപ്പം ഒരു മീറ്റിങ്ങിന് പോവാണ്. ആ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് അയ്യോ അവിടെ ഒരു ഡോഗിനെ ആരോ അബാൻഡൻ ചെയ്തിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ അന്വേഷിച്ച് പാവൻ 2 ഫ്രണ്ട്സുമായിട്ട് ബാംഗ്ലൂർ സിറ്റി മൊത്തം അലഞ്ഞു. അത് എന്നിട്ട് ലോകത്തുള്ള ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഡോഗിനെ കണ്ടോ, അങ്ങനെ ഒരു ഡോഗിനെ കണ്ടോ, അങ്ങനെ ഒരു ഡോഗിനെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പറഞ്ഞു ഇവിടെ കുറച്ച് നേരം നിൽക്കുന്നുണ്ട്, കണ്ടോ അവിടെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് അവസാനം ഇത് മൊത്തം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ഡോഗ് വേറൊരിടത്ത് നിൽക്കുന്നു. അതിന് പോയി പിടിച്ചപ്പോൾ പുറയുന്നൊരു ശബ്ദം പൂവായൂന്ന്. അതിന്റെ ഓണർ പുറകിൽ നിൽക്കുന്നുണ്ട്, അതിന് നടക്കാൻ കൊണ്ടുപോയതാ. അതല്ല, ഒരു നല്ല പ്രായം ആയിട്ടുള്ളൊരു, ഞാൻ പറയണ മൃഗങ്ങൾ എന്ന് മാത്രമല്ല, അങ്ങനെ അതെ സത്യമാണ്. പക്ഷെ എക്സാക്ട്ലി ഇങ്ങനെയല്ല. പോകുന്ന വഴിക്ക് ഒരു ബെൽറ്റ് ഒക്കെ ഇട്ട് റോഡിന്റെ നടുവിൽ നിൽക്കുന്നവരുന്നു. അപ്പൊ എനിക്ക് നിർത്താൻ പറ്റിയില്ല. അപ്പൊ തിരിച്ചു പോകുമ്പോ എനിക്കൊരു അയ്യോ ഞാൻ കണ്ടിട്ടും നിർത്തിയില്ലല്ലോ എന്നൊരു വിഷമം. തിരിച്ചു വന്ന് കൊറേ നോക്കി അങ്ങനെ അത്രയൊന്നും നോക്കാൻ പറ്റില്ല. തൊടണ്ടെന്ന് പറഞ്ഞു. അല്ല, അത് കുറച്ച് നല്ല പ്രായമായിട്ടില്ല. അതിനെ കണ്ട വീട്ടിൽ അതും റോഡിന്റെ നടുവിൽ നിൽക്കണോണ്ടാണ് ഞാൻ പോയി ചോദിച്ചത്. അപ്പം നോക്കി അത് തന്നെ നടക്കാൻ പോകും. അത് എനിക്ക് അറിയണ്ടായിരുന്നില്ല തന്നെ നടക്കാൻ പോകും. അപ്പം
അവർ പറഞ്ഞു തൊടണ്ടാക്ക അത്ര ക്ലീൻ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാരാ നിങ്ങളുടെ ആരാ പറഞ്ഞു എൻ്റെ വീട്ടിലാണ്. ശരി ഒന്നും വേണ്ടിയില്ല പോയി. പക്ഷെ അത് മിണ്ടാ പ്രാണികൾ അങ്ങനെ ആയതുകൊണ്ട് അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ സെറ്റിൽ ഞാൻ അതെ ഞാൻ ഉറപ്പായിട്ടും എന്തെങ്കിലും കണ്ടുപിടിക്കും, മെനക്കെടുത്താ. ഞാൻ നമുക്ക് ആവശ്യമുള്ള ഇപ്പം അതാ ഞാൻ പറഞ്ഞ വിജയൻ വിളിക്കുമ്പോൾ എടുക്കുക പോലും ഇല്ലെങ്കിൽ ഞാൻ സ്മിത ചേച്ചീനെ വിജയന്റെ വൈഫിനെ വിളിച്ചിട്ട് സ്മിത ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്മിത ചേച്ചി സത്യം പറ എന്താ ചെയ്യണ ശരിക്കും, എങ്ങനെയാ ഷൂട്ട് ചെയ്യണ അവര്, അല്ലെങ്കിൽ വിജയന്റെ ബ്രദറിനെ വിളിച്ചു ചോദിക്കും ശരിക്കും നിങ്ങൾ നോക്കുന്നുണ്ടോ, നന്നായിട്ടാണോ ചെയ്യണേ. ഒന്നുമല്ല അങ്ങനെ അവര് ചെയ്യുള്ളൂ എന്നറിയാം, എന്നാലും കൂടുതൽ കൊണ്ടുള്ള ഒരു അന്വേഷണം. വീട്ടിൽ എത്ര 2 എണ്ണം ഉണ്ട്, പേരുകൾ എന്താക്കിയ അവരുടെ? ഓസ, സാസു ആൻഡ് ഓസ ഫ്രം സാൻ ഫ്രാൻസിസ്കോ. ഇപ്പൊ ഇവർ ഒരുമിച്ച് വരുവാണെങ്കിൽ എങ്ങനെ വിളിക്കും? രണ്ടാമത്തെ ഇപ്പൊ വന്നേ ഉള്ളൂ. ഓസ സാസു എന്നാണ് വിളിക്കുക. അതെ ഇല്ല ഓസ അങ്ങനെ ഒന്നും വരാറില്ല. ചൈനീസ് നെയിം പോലെ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഞാൻ ഓസാനെ എടുക്കുന്ന സമയത്ത് ഓസാക്ക് എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് കാണുന്ന സമയമായിരുന്നു. അപ്പം എന്ത് പേരിടുമെന്ന് കുറെ ആലോചിച്ചിട്ടും എനിക്ക് പേര് കിട്ടണില്ല. അങ്ങനെയാണ് ഞാൻ വെച്ചാൽ ശരി ഓസാക്ക് ഇടാന്ന്. ഓസാക്ക് മാറി ഓസി ആയതാണ്. എനിക്ക് അധികം വലിയ ഡോഗ് ലവർ ഒന്നും ആയിരുന്നില്ല ഞാൻ. ആ സിനിമ കഴിഞ്ഞോടുകൂടി ചേട്ടൻ ഒരു ഡോഗ് ലവറായി. കാരണം അവരുടെ കൂടെ രാവിലെ മുതൽ രാത്രി വരെ സ്പെൻഡ് ചെയ്യുക. അപ്പൊ വീട്ടിൽ ഇപ്പൊ ഉണ്ടോ ഡോഗ് ഉണ്ട്? ഏതാണത്? അവന്റെ പേരെന്താ? അവനാണോ അവളാണോ? രഹസ്യമായിട്ട് പറയേണ്ട ഒരു പേര് വിസ്കി. അതായത് എപ്പോഴും വിസ്കിയുടെ ഓർമ്മ മനസ്സിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണോ? കാണാൻ വിസ്കി പോലെ ഉണ്ട്. അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ആ വിസ്കിനെ ഒന്ന് എടുത്ത് ഒന്ന് ഉമ്മ വയ്ക്കുമ്പോ മനസ്സിലൊരു ആ സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ദിവസം എടുക്കുമോ? ഒരുപാട് ദിവസം എടുക്കും. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് നേരം ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് വേണ്ട പെർഫോമൻസ് ഒന്നും എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പൊ ആ എക്സ്പ്രഷൻ കിട്ടുന്നവരെ നമ്മൾ ഷൂട്ട് ചെയ്യും. ചിലപ്പോൾ 19 ടേക്ക് 20 ടേക്കൊക്കെ പോകും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഗംഭീരമായിട്ടാണ് ഡോഗ്സ് അഭിനയിച്ചിരിക്കുന്നത്. ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ഒന്നര വർഷം അല്ല, നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് വാങ്ങിച്ച് ഈ സ്ക്രിപ്റ്റിനനുസരിച്ച് ഓരോ ഡോഗിനും ചെയ്യേണ്ട ആക്ടിവിറ്റീസ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ 1.5 വർഷത്തോളം ട്രെയിൻ ചെയ്തു. ടോർച്ചർ ചെയ്തു. എന്തായാലും ആ സിനിമ നമ്മുടെ പാർക്ക് കെട്ടിക്കൊടുത്തു. അതാണ് നമ്മുടെ, അതായത് നമ്മള് മലയാളത്തിൽ ഒരുപാട് നാളായി തോന്നുന്നു ഇങ്ങനത്തെ ഒരു സിനിമയൊക്കെ വന്നിട്ടില്ല. പണ്ട് കാടിന്റെ മക്കൾ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഡബിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡബിംഗ് ഒന്നും ഇല്ല. പിന്നെ അതില് ഈ അനിമൽസ് ഒരു പാർട്ട് മാത്രമാണ്. ഇത് ഇവരുടെ സിനിമയാണ്, കംപ്ലീറ്റ്ലി ഇവരുടെ. മനസ്സിലായി. എന്തായാലും എത്രയും പെട്ടെന്ന് ആ സിനിമ നമുക്കൊക്കെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ആൻഡ് ചേട്ടൻ്റെ ഒരു വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ചെറിയ ബഡ്ജറ്റ് മൂവി പുതിയ ആൾക്കാരെയൊക്കെ വെച്ചിട്ട്, അപ്പൊ എപ്പോഴെങ്കിലും ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി എടുക്കാനായിട്ട് മനസ്സിൽ പ്ലാൻ? അങ്ങനെയല്ല, നമ്മളൊരു സിനിമ എന്നാ ഞാനൊരു എനിക്ക് വേണമെങ്കിൽ ഹോം വലിയ ബഡ്ജറ്റ് എടുത്തെടുക്കാം. അല്ല, വലിയ സ്റ്റാർസ്, കുറെ സ്റ്റാർസിനെയൊക്കെ വെച്ചിട്ട്. നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യാന്നുള്ളതല്ല. അല്ല ഞാൻ ഇനി ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ ബിഗ് ബഡ്ജറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കാറില്ല. നമ്മൾ കേൾക്കുന്ന കഥകളിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ ചിലപ്പം അതിന് വേണ്ട ബഡ്ജറ്റ് ഇത്രേ ആയിരിക്കും. അല്ലാതെ ഞാൻ സ്മോൾ സിനിമകളെ ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് ഇരിക്കാറില്ല, വലിയ സിനിമകൾ ചെയ്യത്തില്ല എന്നുള്ള വാശിയുമില്ല. നമ്മൾ കേട്ട് ഇഷ്ടപ്പെടുന്ന കഥയ്ക്ക് എന്താണോ ബഡ്ജറ്റ് വേണ്ടത്, അത് ബിഗ് ആണെങ്കിലും സ്മോൾ ആണെങ്കിലും. നമ്മളിപ്പോൾ ഞാൻ തീർപ്പ് എന്ന് പറയുന്ന സിനിമ അത് ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്, ഭയങ്കര ഹെവി ബഡ്ജറ്റാണ്. അതിൽ പൃഥ്വിരാജ് ഉണ്ട്, ഇന്ദ്രജിത്ത് ഉണ്ട്, സൈജു കുറുപ്പുണ്ട്, ഞാനുണ്ട്, ഇഷ തൽവാറുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സും. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റാണ്, രതീഷ് അമ്പാട്ടിൻ്റെ ഡയറക്ഷനാണ്. അപ്പം അതിന് വേണ്ട ബഡ്ജറ്റ് വലുതാണ്. അപ്പോൾ അത് കൊടുക്കാന്നുള്ള, അല്ലാതെ ബിഗ് ബഡ്ജറ്റ് എന്നോ സ്മോൾ ബഡ്ജറ്റ്. ഇപ്പം ആട് 2 എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം വലിയ ബഡ്ജറ്റ് ചെയ്താണ്. പെരിച്ചാഴി എന്ന് പറയുന്ന സിനിമ അതിനും US പോയി ചെയ്താണ്. എന്ന് വെച്ച് ഹോം ഞാൻ ബിഗ് ബഡ്ജറ്റിലേ ചെയ്യുള്ളൂ എന്ന് വാശിയൊന്നുമില്ല, അതിന് ആവശ്യമുള്ള ബഡ്ജറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഈ ഒരുപാട് കഥകൾ കേൾക്കുമ്പോൾ തല മരവിച്ചു പോകാറുണ്ട് അല്ലേ? അതിൽ നിന്നും നമുക്ക് ചിലപ്പോൾ നല്ല കഥകൾ വിട്ടുപോകാറുണ്ട്. നല്ല കഥകൾ വിട്ടുപോകാറുണ്ട്. ചിലപ്പം ഒരുപാട് കേട്ട് കഴിയുമ്പം നമുക്ക് ഒരു ദിവസം എത്ര കഥ കേൾക്കും? ഒരു 10-20 കഥയായിട്ടല്ല. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ അത്ര ഞാനിപ്പോ ഒരു 5 മിനിറ്റിൽ എന്റെ സിനോപ്സിസ്, അതിനുവേണ്ടി ഒരു നമ്പർ വെച്ചിട്ടുണ്ട്, ഫോൺ നമ്പർ. അപ്പൊ സിനോപ്സിസ് എന്ന് ഹെഡിങ് ഇട്ട് ഒരു പേജിൽ അയക്കാൻ പറയും. അപ്പം നമ്മൾ ഇപ്പം ഇന്നലെ തന്നെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ജോലി ഇതാണ്, ആ നമ്പർ എടുത്തിട്ട് ഈ സിനോപ്സിസുകൾ വായിച്ചോട്ടെ, അതിൽ എന്തെങ്കിലും കണക്ട് ആവണമെങ്കിൽ റിപ്ലൈ അയക്കും, സെൻഡ് മി 1 ലൈൻ. അപ്പൊ അങ്ങനെ കഴിവതും ഈ സിനോപ്സിസ് എല്ലാം വായിക്കാറുണ്ട്. മനസ്സിലായി. അതേ നടക്കുള്ളൂ. അതാണ്, അല്ലെങ്കിൽ നമ്മള് ഈ തല പെരുത്തു പോകുമ്പോ നമ്മൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമാവും എന്നൊക്കെ കേട്ടിട്ടില്ലേ?
കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല, ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയത്. ഈ ആനിന് അതായത് പെട്ടെന്ന് ഒരാൾ നുണ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടല്ലേ? അതുണ്ട്. Human because psychology നുണ ഒക്കെ മാത്രം പഠിച്ചതുകൊണ്ട്. പറയുന്നോണ്ട് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആണോ? ശരിക്കും അങ്ങനെ പഠിച്ചതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കഴിവ് എനിക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? സൈക്കോളജി പഠിച്ചത് കൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചുമ്മാ സൈക്കോളജിയാ. ഹ്യൂമൻ സൈക്കോളജി അല്ലേ അതെ പഠിച്ചത്? അതെ, ഞാൻ ഇങ്ങനെയൊക്കെ പറയും. മാസ്റ്റേഴ്സ് ചെയ്തു അത്. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഒരു കഴിവൊന്നും തോന്നിയിട്ടില്ല. അത് നമുക്ക് ഒരാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാലോ അവരെത്ര ജെന്യൂൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാവും. ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള ആളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കോളൂ. ഓ അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ അങ്ങനെയാണോ? പറയുന്നില്ല. പക്ഷേ ഇല്ല, നമ്മുടെ അടുത്ത് എങ്ങനെയാ, അല്ലെങ്കിൽ അവരെത്ര ജെന്യുവൻ ആണ് നമ്മുടെ അടുത്ത്, നമ്മൾ തമ്മിൽ എങ്ങനെയാ, എന്ത് വൈബാണ്. ഇപ്പം നമ്മൾ രണ്ടാളും മീറ്റ് ചെയ്തപ്പോഴും ആ ഒരു വൈബ് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു. കറസ്പോണ്ടൻസിലാണോ സൈക്കോളജി പഠിച്ചത്? അല്ല, അല്ലേ? കോളേജിൽ പോയി ഇന്ന് അവിടെ പോയി പഠിച്ചതാണ്. കഷ്ടപ്പെട്ട് അതെ, പഠിച്ചതാണ്. exam എഴുതി അല്ലാതെ ഒരാളിപ്പോ നമ്മളെ നേരെ നോക്കി അയാൾ കള്ളം പറയുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. അതൊന്നും ഇല്ല, എനിക്ക് അങ്ങനെ ഒരു സ്പേസ് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചോദിക്കാൻ പോലും പോവാറില്ല. ഞാൻ പോവും, അവിടുന്ന് മാറി പക്ഷെ പോകും. മനസ്സിലാവും. അതാ ഞാൻ ചോദിച്ചത്, മനസ്സിലാവും. അതെ, ജെന്യുവൻ അല്ലാണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് ജെന്യുവനിറ്റി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കൂടുതലും എന്താണെങ്കിലും അതെനിക്ക് തോന്നുന്നു എൻ്റെ നാടിൻ്റെ കൂടെ പ്രത്യേകത തോന്നുന്നു. കോഴിക്കോടുകാരെ എപ്പോഴും ഉള്ളതേ കാണിക്കുള്ളൂ. ഒരാൾ വീട്ടിൽ വരികയാണെങ്കിലും നമുക്ക് അവരെ സൽക്കരിക്കുന്നതും ഒക്കെ. കൊല്ലത്തുകാരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇല്ലെന്ന് ഞാൻ പറയണില്ല, ഞാൻ പറഞ്ഞ എൻ്റെ നാട്ടിൽ. അപ്പം അത് എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയാണ്. അപ്പം എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. എനിക്ക് അല്ലാണ്ട് ഇല്ലാത്തൊരു ഇല്ല. അപ്പം അത് തിരിച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ വിജയ് എപ്പോഴെങ്കിലും ആൻ്റെ അടുത്തൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അത് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെറിയൊരു ഫ്രണ്ട്സ് ആകുമ്പോൾ ഒരു വഴക്കൊക്കെ ഉണ്ടാവും? ഞങ്ങൾ സ്ഥിരം വഴക്കുണ്ടാവണതാണ്. എനിക്ക് തോന്നുന്നു സ്ഥിരം വഴക്കുണ്ടാവും. പക്ഷെ പിന്നെ ഞങ്ങൾ വന്ന് ചിരിച്ചത്, അല്ലാണ്ട് അത്രയും ഒരു സീരിയസ് വഴക്കല്ല, കുഞ്ഞു കുഞ്ഞു വഴക്ക്, ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ സ്ഥിരം പറയാറുണ്ടോ? സ്ഥിരം കള്ളാണോ? അതായത് ഞങ്ങൾ ചിലപ്പോൾ 4 ദിവസം 5 ദിവസമൊക്കെ മിണ്ടാതിരിക്കും. ഇപ്പം ഞാൻ വിളിച്ച ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ. പക്ഷേ പെട്ടെന്ന് നാളെ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾ മീറ്റിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ ഇതാ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുകയില്ല. അതെ, ആർക്കും ഇവരായിരുന്നു ഇത്ര ദിവസം മിണ്ടാണ്ടിരുന്നതെന്ന് വരെ തോന്നും. എന്നെ സ്മിത ചേച്ചി വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്താ നിങ്ങൾ തമ്മിൽ തെറ്റിയാ, എന്താ പറ്റിയ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിനു വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും, എനിക്ക് വിനു ഇപ്പം ബിസിനസ് അങ്ങനത്തെ മീറ്റിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യമാണെങ്കിൽ ഞാൻ പറയും, വിനു ഒന്ന് വിജയൻ്റെ അടുത്ത് പറയണുണ്ട്. അപ്പം തെറ്റിയില്ലേ? അപ്പം അതൊരു നോർമൽ. ഞങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, വഴക്കുണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലിടും. ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്, എൻ്റെ ബ്രദറും ഞങ്ങളെല്ലാം കൂടെ. എനിക്ക് അയക്കേണ്ടത് ഗ്രൂപ്പിൽ വരുമ്പോഴേ എൻ്റെ ബ്രദറിനെ അറിയാം ഇത് വഴക്കാണെന്ന്. അപ്പം ഞാൻ അവനോട് പറയും, അവളോട് ഇങ്ങനെ ചെയ്യാൻ പറ, അങ്ങനെ ചെയ്യാൻ പറ, അപ്പോഴേ അറിയാം വഴക്കാണെന്ന്. അപ്പം പറയും നേരിട്ടങ്ങ് പറഞ്ഞാൽ പോലെ ഈ മെനക്കേട് നോർമലാണ്. ഐ തിങ്ക് എല്ലാ ഫ്രണ്ട്സ്, ഇപ്പം ഞാനും മീരയായിട്ടും, മീര എൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ട്, അപ്പം ഞാനും മീരയായിട്ട് ഇതേപോലെ സ്ഥിരം എന്തെങ്കിലും തെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചിട്ട് മീര നീ ഒന്ന് അത് ചെയ്തെന്ന് പറയുമ്പോൾ ആ ഒരു മാറും. അതെ, അതിനെക്കുറിച്ചേ ഒരു സംസാരം ഉണ്ടാവില്ല. എല്ലാം അങ്ങനെയാണല്ലോ അല്ലേ? ഫ്രണ്ട്സ് ആയാലും ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും എല്ലാം അങ്ങനെയാണല്ലോ. നമ്മൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഹാം ചെയ്യാനാണ്. എന്തായാലും നിങ്ങളുടെ അതായത് മനപ്പൊരുത്തല്ല, നിങ്ങൾ എത്രത്തോളമാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായിട്ട് ആൻസർ പറയാ എന്ന് അറിയാൻ വേണ്ടിട്ട് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ റെഡിയാക്കി. റാപ്പിഡ് ഫയർ, അത് ആലോചിക്കാതെ ഡിപ്ലോമാറ്റിക് അല്ല, ഓരോരുത്തർക്ക് ഓരോ അല്ല വേണ്ട, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, രണ്ടുപേരും അതിന്റെ ആൻസർ പറയണം. ഒരു ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ പറയണം, അങ്ങനെ. ഓക്കെ, അല്ല ആദ്യം നീ പറഞ്ഞു. പറഞ്ഞു ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? ഞാൻ നീ ചെണ്ട റോസാപ്പൂവിന്റെ മണ്ട, റോസാപ്പൂവിന്റെ മണ്ട ആരാണോ അവര് പറയണം. ആദ്യത്തെ ചോദ്യം ഞാൻ പറയാം, രണ്ടാമത്തെ ചോദ്യം ഒരുപാട് ആലോചിക്കാണ്ട് അപ്പം മനസ്സിൽ തോന്നുന്ന ആൻസർ പറയണം. തെറ്റാണെങ്കിലും ചളിയാണെങ്കിലും ഒക്കെ കുറച്ച് ഫണ്ണി ആയിട്ട് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്. റെഡി? ആദ്യത്തെ എന്റെ ക്വസ്റ്റ്യൻ മണ്ടയോടാണ്. നിങ്ങൾ ഒരു ദിവസം, ചേട്ടൻ ഒരു ദിവസം പെണ്ണായാൽ അന്ന് എന്തൊക്കെ ചെയ്യും? ഒരു ദിവസമേ ഉള്ളൂ, ഒരു ദിവസം പെണ്ണായി എണിച്ച് രാവിലെ കണ്ണുറന്നപ്പോ പെണ്ണായിട്ടാണ് നിക്കണത്. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെണ്ണായിട്ട് ചെയ്യും, അല്ലാതെ വേറെ സ്പെഷ്യൽ ആയിട്ട് പെണ്ണായിട്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പെണ്ണായിട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണണമല്ലോ. അപ്പം നമുക്കറിയാലോ, ലൈക്ക് ഒരു
ഒരുക്കമൊക്കെ എങ്ങനെയായിരിക്കും? അപ്പൊ ചേട്ടൻ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ആണായിട്ട് പെട്ടെന്ന് പോലെ, പക്ഷെ പെണ്ണാവുമ്പോ ആ എങ്ങനെയായിരിക്കും? പെണ്ണ് ഒരുങ്ങുന്ന പോലെ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ആ പെണ്ണിനൊന്ന് മനസ്സിലാക്കണമല്ലോ നമ്മൾ എന്തോ കഷ്ടപ്പെടുന്നു. അങ്ങനെ ഈ ആനാണെങ്കിൽ എന്ത് ചെയ്യും? ആണായി ജനിച്ചു എന്ത് ചെയ്യും? സെയിം തിങ്. എനിക്ക് തോന്നുന്നു എന്താ ഞാൻ പെണ്ണായിട്ട് ചെയ്യണം അത് തന്നെ ഞാൻ ചെയ്യുള്ളൂ. ആണായിട്ട് ആണായാലും അത് തന്നെയാണ്. ഒരു ദിവസത്തേക്ക് പക്ഷെ മതി എനിക്ക് അല്ലാണ്ട് പെണ്ണായിട്ട് മതി. ഒറ്റ ഒരു ദിവസമേ ഉള്ളൂ, ഒരു ദിവസം ദിവസം ഞാൻ തരുള്ളൂ. ഇനി അടുത്തത്, നിങ്ങളുടെ സ്വഭാവം പോലുള്ള ഒരു ഭക്ഷണ സാധനം ഏതാണെന്ന് തോന്നിയിട്ടുണ്ട്? ബിരിയാണി. ബിരിയാണി ബിരിയാണി. കാരണം ഭയങ്കര ടേസ്റ്റിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. അതുപോലെ എപ്പോഴും ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു സാധനമാണ് ബിരിയാണി. അതെ. അപ്പൊ ചേട്ടനെ എപ്പോഴും മീറ്റ് ചെയ്യാനും ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതാണോ? അതെ. ഓ, ഇനി ആൻഡ് എന്താണ്? ചോക്ലേറ്റ്. അതല്ലേ ഇപ്പൊ ഈസ്റ്ററിൽ ആനിന്റെ സ്വഭാവം പോലെ തന്നെ ഈസ്റ്ററിൽ ത്യജിച്ചിരിക്കുകയല്ലേ? ഈസ്റ്ററിൽ അത് ത്യജിച്ചിരിക്കുകയാണ്. ഇനി പക്ഷെ സ്വഭാവം എപ്പോഴും സ്വീറ്റ് ആയതുകൊണ്ട് എപ്പോഴും സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നു അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഏതായാലും ലഡ്ഡു, ജിലേബി എല്ലാം എനിക്കെല്ലാം ഇഷ്ടമല്ല. സ്വീറ്റ്സിലെല്ലാം ഇഷ്ടമാണ്. ഓക്കെ, ഒരാളുടെ മുഖത്തടിക്കാൻ ഇപ്പൊ ഒരു അവസരം കിട്ടിയാൽ ആരെയായിരിക്കും അടിക്കുക? എന്തിനായിരിക്കും? സത്യസന്ധമായിട്ട് പറയണം. നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാവാം. ഐ തിങ്ക് ഞാൻ എന്നെ തന്നെ അടിക്കും. എന്റെ ഞാൻ ചെയ്തു പോയ പൊട്ടത്തരങ്ങൾ ആലോചിച്ചിട്ട് എല്ലാ സ്റ്റുപ്പിഡ് മിസ്റ്റേക്സിനും ഐ തിങ്ക് ഐ വിൽ സ്ലാപ്പ് മൈസെൽഫ്. ഓക്കെ, വിജയ് ആണെങ്കിൽ ആരെ അടിക്കും? എനിക്ക് അങ്ങനെ അടിക്കണം. ഒരാളെങ്കിലും ചുമ്മാ തമാശക്കെങ്കിലും അവരോടൊരു അടി കൊടുക്കും. എനിക്ക് അങ്ങനെ ഒരാളോടും ദേഷ്യമില്ല. ദേഷ്യമില്ല, ദേഷ്യമല്ല, ഒരു സ്നേഹമാണ് എല്ലാവരോടും. കുസൃതിയിലൊരടി ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ഓട് തരട്ടെ. ഓക്കെ, അപ്പൊ ശരി, ഞാൻ തന്നെ ഉത്തരം ഏറ്റെടുക്കാം. ഒരാളെ അടിക്കാൻ ഒരു അവസരം കിട്ടിയ ചേട്ടൻ അപ്പൊ തന്നെ എനിക്കിട്ട് ഒരു ഇടി ഇടിക്കും, അല്ലെങ്കിൽ ഒരു അടി അടിക്കും. ഓക്കെ, പോട്ടെ. ഇനി കുട്ടിക്കാലത്ത് ആരാവാനായിരുന്നു ആഗ്രഹം, പിന്നെ അത് ഉപേക്ഷിക്കാനുള്ള കാരണം? ഞാൻ ആ പറ. എനിക്ക് ഡോക്ടർ ആവാനായിരുന്നു. ഡോക്ടർ ആവാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോഴും എനിക്ക് ആഗ്രഹം. എനിക്ക് പൈലറ്റ് ആവാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പൈലറ്റ് ആവാൻ പറ്റില്ല. എൻ്റെ കുറച്ചും കൂടെ ഹൈറ്റ് വേണം. അതുകൊണ്ട് പൈലറ്റ് ആവാൻ പറ്റില്ല. അപ്പൊ എനിക്ക് പൈലറ്റ് ആവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോഴും ആഗ്രഹമുണ്ട്. അപ്പൊ ഇപ്പോഴും പൈലറ്റ് ഡോക്ടറൊക്കെ ആവാൻ ഒരു അവസരം കിട്ടിയാൽ ആവാൻ പറ്റില്ല. പഠിക്കാതെ ഒരു ആവാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എന്നാലും എനിക്ക് അന്നും ഇന്നും എന്നും സിനിമയിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ അതിലെത്തിപ്പെടാനായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ അച്ഛൻ ഒരു സിനിമ ചെയ്തെങ്കിൽ അച്ഛൻ ഒരു സിനിമാകാരനൊന്നുമല്ല. അത് അച്ഛൻ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് ചെയ്തൊരു സാധനമാണ്. അപ്പം നമുക്ക് സിനിമയിൽ പരിചയമുള്ളവരാരുമില്ല. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ഗോഡ് ഫാദറായി മീഡിയയിലൂടെ വന്ന് അത് തന്നെ നമ്മൾ തന്നെ നമ്മളെ സിനിമയിൽ കൊണ്ട് എത്തിച്ചു. അപ്പൊ അന്നും എന്നും ഒരേ ആഗ്രഹം, അത് ഉപേക്ഷിക്കാതെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുനടന്ന് ഇവിടെ എത്തി വിജയിച്ചു, വിജയ് ബാബുവായി. ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരോട് എങ്ങനെയായിരിക്കും പെരുമാറുക? ഇടപെടില്ല, മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ. അതെ, എനിക്കും ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ എന്റെ കാര്യം നോക്കി പോകും. അല്ലാതെ അവരെ ഒരു ആർഗ്യുമെന്റ് അങ്ങനെയൊന്നും നിങ്ങൾ നിൽക്കില്ല. ഇല്ല. ഇനി ഒരു ബോർഡിൽ കിട്ടിപ്പോയി. ഒരു ബോറടിയും കൂടാതെ എത്ര തന്നാലും കഴിക്കുന്ന ഭക്ഷണം ഏതായിരിക്കും? എനിക്ക് ബിരിയാണി. രാവിലെ ഉച്ചയ്ക്കും? രാവിലെ ഉച്ചയ്ക്കും. അതായത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ഈ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കും. ചോക്ലേറ്റ്. അവിടെയും ചോക്ലേറ്റ്. മധുരം കഴിച്ച് മത്ത് പിടിച്ച് ചേട്ടൻ എന്തായിരിക്കും? രാവിലെ ഉച്ചയ്ക്കും രാത്രിയിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന. രാവിലെ ബിരിയാണി കഴിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ബിരിയാണി തന്നെ ആയിരിക്കും. ദോശ ഇഷ്ടമാണ്, പലതരത്തിലുള്ള ദോശ ഏത് സമയത്ത് പിന്നെ ദോശ എന്തിന്റെ കൂടെ പോവല്ലോ. ദോശ രാവിലെ നമുക്ക് ചട്നിയുടെ കൂടെ കഴിക്കാം. ദോശ ഉറക്കത്തിന്ന് വിളിച്ചു എഴുന്നേപ്പിച്ച് ദോശ കഴിക്കാം. ഭാര്യ പറയാണ് ഈ എന്താ കൊറേ നാളത്തേക്ക്, ഇനി ഒരു 2 വർഷത്തേക്ക് ദോശ മാത്രമേ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞ ചിലപ്പോ ഭാര്യനെ മാറ്റേണ്ടി വരും. എനിക്ക് അത്രയ്ക്ക് ദോശ ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളുടെ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസും കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളി, താങ്ക് യു. ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് ചോദിക്കട്ടെ. ഇതിലെല്ലാ ചോദ്യം കഴിഞ്ഞു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചു. ഇതിലെല്ലാ ചോദ്യം കഴിഞ്ഞു. ശ്വാസികയുടെ ഇഷ്ട ഭക്ഷണം എന്താണ്? എന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഫ്രൈഡ് റൈസ് ആൻഡ് ബട്ടർ ചിക്കൻ.
പണ്ട് തൊട്ടേ അങ്ങനെയാണ്. പണ്ട് പറഞ്ഞാൽ അങ്ങനെയല്ല, പണ്ട് തൊട്ടല്ല, ഇപ്പൊ കുറെ നാളായിട്ട് എവിടെ പോയാലും അത് കഴിക്കാൻ ഒരു ആഗ്രഹം. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് അപ്പം ദോശ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഏത് സമയത്തും കഴിച്ചാലും ഇങ്ങനെ വയറ് ഭയങ്കരമായിട്ട് അയ്യോ നിറഞ്ഞു അങ്ങനെയൊന്നും തോന്നില്ല. അപ്പം ദോശ. സ്റ്റേറ്റ് അവാർഡിന് മുമ്പുള്ള ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം വലിയ വ്യത്യാസമില്ല. ആളുകൾ അങ്ങനെ തന്നെ ഒരു ഇച്ചിരി കൂടെ വിലയും നിലയും. ഓ ഇല്ല ചേട്ടാ, ആരും ഒരു വിലയും തരുന്നു. ശമ്പളം കൂട്ടിയോ സിനിമയിലെ? ശമ്പളം ഒട്ടും കൂട്ടിയില്ല. എനിക്ക് തോന്നുന്നില്ല വിജയ് അങ്ങനെ ഒന്നും ഉണ്ടെന്ന്. അറ്റ്ലീസ്റ്റ് വില തന്നില്ലെങ്കിൽ ശമ്പളമെങ്കിലും ശമ്പളം കൂട്ടിയിട്ടില്ല. അതും കൂട്ടിയില്ല. എന്നാ നാളെ തന്നെ ഒരു സിനിമയ്ക്ക് വിളിക്കാം കേട്ടോ. പിന്നെ അപ്പം മാറ്റി പറയരുത്. അതൊക്കെ ചേട്ടാ ടെലിവിഷന്റെ മുന്നിലാണ് പറയുന്നത്. അല്ല അതായത് എന്നോട് പറഞ്ഞത് ഒരു ഗുരു ശിഷ്യക്ക് ഇത്ര നാളായിട്ടും ഒരു സിനിമ തന്നിട്ടില്ല സത്യത്തില്. അത് സത്യമാണല്ലോ. എന്റെ നെഞ്ച് പൊട്ടിക്കരഞ്ഞ് ഉടനെ നമ്മൾ വിളിക്കുന്നത്. ശമ്പളം തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അത് കേട്ടല്ലോ അമൃത ടിവിയിൽ നിന്ന് പറഞ്ഞിരിക്കാം. അല്ല ഉള്ള ശമ്പളം ഇല്ല, ഞാൻ വാക്ക് മാറ്റത്തില്ല. അങ്ങനെയൊന്നും പറയണ്ട. ശമ്പളം മേടിച്ചിട്ടുണ്ട് അഭിനയിച്ചാൽ മതി. അതത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും എന്താ പറയാ, ചേട്ടൻ പറയുന്ന പോലത്തെ ഒരു ശമ്പളത്തിൽ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കും. ആദ്യത്തെ ആയതുകൊണ്ട്. ഏതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ്? വരാൻ ഇനി ഇപ്പൊ CBI ആണ്. ഇപ്പൊ നല്ല തിരക്കായില്ലേ? കുഴപ്പമില്ല. അയ്യോ CBI നമ്മൾ ഒരുമിച്ച് അഭിനയിക്കണ്ടായിരുന്നു, അത് വരാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ വരാനിരിക്കുന്നത് ചതുരം, കുടുക്ക്, മോൺസ്റ്റർ, അതൊക്കെ വരാനുണ്ട്. മോൺസ്റ്ററിലുണ്ട്. ലാലേട്ടൻ്റെ കൂടെ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ലാലേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടല്ലേ? അല്ല, ഞാൻ ഇട്ടിമാണി, ആറാട്ട്, മോൺസ്റ്റർ. പക്ഷെ അതെല്ലാം ഈ കഴിഞ്ഞ വർഷമാണ്. എല്ലാം അങ്ങനെ തന്നെയാ. പക്ഷെ ഇതിലെല്ലാം ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണ്. ഞാനൊരു ലീഡ് ചെയ്തത് ഇപ്പൊ ചതുരം എന്ന് പറഞ്ഞ സിനിമയാണ്, സിദ്ധാർത്ഥ് ഭരതന്റെ. അതാണ് ഇങ്ങനെ വരാനായിട്ട് ഇരിക്കുന്നത്. ബാക്കിയെല്ലാം ക്യാരക്ടർ റോൾസ്. അതായത് സ്റ്റേറ്റ് അവാർഡിന് മുന്നേ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു.